Okay, friends. Now let's pick up from where we stopped last day. ലാസ്റ്റ് ഡേയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത് ഒരു സിമ്പിൾ ഐഡിയ കോൺസെപ്റ്റ് എന്നൊരു സംഗതിയെ കുറിച്ചാണ്. ദാറ്റ് മീൻസ് one idea, a simple sentence or a simple idea can be linked to any structures of we do have ideas. അതാണ് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. അപ്പൊ അതൊന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഏത് ഇംഗ്ലീഷ് വളരെ ഈസിയാണ്, വെരി സിസ്റ്റമാറ്റിക് ആണ് ആൻഡ് വെരി സയന്റിഫിക് ഈ സ്പെൽ സിസ്റ്റം പ്രകാരം. അത് നമുക്ക് മനസ്സിലാക്കിക്കൂടെ, സമ്മതിച്ചുകൂടെ, എളുപ്പം നമുക്കതുപോലെ കോംപ്രിഹെൻഡ് ചെയ്തുകൂടെ. അപ്പൊ ആ ഒരു എക്സാമ്പിൾ, ദാറ്റ് മീൻസ് വൺ ടു എവറി വൺ ആൻഡ് എവറി വൺ ടു വൺ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു രസകരമായിട്ടുള്ളൊരു ചിത്രമാണ്. ആക്ച്വലി ഈ ഒരു കോൺസെപ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഇതിന് സമാനമായിട്ടുള്ള ഒരു വളരെ രസകരമായിട്ടുള്ളൊരു സംഗതി ഞാൻ പറയാം. പണ്ട് ഈ ബോബനും മോളിയും കാർട്ടൂൺ ചിത്രങ്ങൾ കുറെ വായിച്ചിട്ടുള്ളതാണ് ചെറുപ്പത്തിലെ. ഇപ്പോഴും ഉണ്ട്, ആളുകളെ ഏറെ രസിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ്. അതിൽ പണ്ടൊരിക്കലും വന്നിട്ടുള്ള ഒരു രസകരമായ കഥയാണ്. ബോബനും മോളിയുടെയും കയ്യില് ഒരു കൊല ഏത്തപ്പഴം കൊടുത്തുകൊണ്ട് ഇവരുടെ അപ്പച്ചൻ കച്ചവടം ചെയ്യാൻ വിട്ടു, മാർക്കറ്റിലേക്ക് വിട്ടു. ഇവർക്കാണെന്നുണ്ടെങ്കിലോ ഈ ഏത്തപ്പഴം എങ്ങനെയെങ്കിലും തിന്നണമെന്ന് അതിയായിട്ടുള്ള മോഹമുണ്ട്, കൊതിയുണ്ട്. പക്ഷെ ഇവരുടെ കയ്യിൽ പൈസ ഇല്ല. ഒരു ഏത്തപ്പഴം 10 പൈസ നിരക്കിൽ വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇവർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഇവർ ഈ ഏത്തപ്പഴം കൊണ്ട് ഇങ്ങനെ ചന്തയിൽ കിടന്ന് നടക്കാണ്. കുറെ നടന്ന് വയർത്ത് വലിച്ച് ക്ഷീണിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരാള് 10 പൈസ കൊടുത്തു ഒരു ഏത്തപ്പഴം വാങ്ങി. അപ്പൊ 10 പൈസ അവരുടെ കയ്യിലായി. അത് ബോബന്റെ കയ്യിലാണ്. പിന്നെ ആരും കച്ചവടത്തിനൊന്നും വരുന്നൊന്നുമില്ല. പക്ഷെ ഇവര് നടന്ന് ക്ഷീണിച്ചല്ലോ. അപ്പൊ ബോബൻ എന്ത് ചെയ്തു? ഒരു കാര്യം ചെയ്യൂ, നീ എനിക്കൊരു ഏത്തപ്പഴം തായോ, ഇതാ 10 പൈസ എന്നുകൊണ്ട് ഇവൻ ആ 10 പൈസ അവളുടെ കൊടുത്തിട്ട് മോളിരയിൽ കൊടുത്തിട്ട് ഇവനൊരു ഏത്തപ്പഴം വാങ്ങിച്ചിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ അവളുടെ കയ്യിൽ 10 പൈസ ഉണ്ടല്ലോ, അവൾ തിരിച്ച് ഇവന്റെ കൊടുത്തു, നീ ഒരു കാര്യം ചെയ്യ്, എനിക്കൊരു ഏത്തപ്പഴം താ, ഇതാ എന്റെ 10 പൈസ എന്നുകൊണ്ട് ആ പൈസ ഇവന് കൊടുത്തു. ഇങ്ങനെ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും മാറി മാറി കൊടുത്ത് സംഗതി കൊല തീർന്നു. കയ്യിലാകെ 10 പൈസയുണ്ട്. ഇതും കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തി. ഇതുപോലെയാണ് ആക്ച്വലി ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഈ ഐഡിയ കണക്ടേഷൻ സംഗതി. നമുക്ക് ഒരൊറ്റ ആശയത്തിനെ ഏതുമായിട്ട് കണക്ട് ചെയ്യാം, ഏതിന്ന് അങ്ങോട്ടും കണക്ട് ചെയ്യാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഭംഗിയായിട്ട് കണക്ട് ചെയ്യാം. ഒരു കൊല ഏത്തപ്പഴം തിന്നു തീർക്കാൻ വേണ്ടി വെറും 10 പൈസ വേണ്ടി വന്നുള്ള കുട്ടികൾക്ക്. അതുപോലെ നമുക്ക് ഈ സിമ്പിൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഈ കംപ്ലീറ്റ് സംഗതി താണ്ടി കടക്കാൻ ഇത്തിരി ഐഡിയ കണക്ടേഴ്സിന്റെ ആവശ്യമേ ഉള്ളൂ. ഈ 10 പൈസക്ക് സമാനമായിട്ടുള്ള അപ്പൊ ഈ സിമ്പിൾ ആയിട്ടുള്ള ഈ ഐഡിയ കണക്ടേഴ്സിന്റെ ഫലപ്രദമായിട്ടുള്ള ഉപയോഗം കണ്ട. ഈ 10 പൈസ പറഞ്ഞ് ഫലപ്രദമായിട്ട് അങ്ങോട്ട് പാസ് ചെയ്യാനായിട്ടുള്ള കഴിവാണ് ഇവർക്ക് ഈ ഏത്തപ്പഴം മുഴുവനും കൈക്കലാക്കാനായിട്ടുള്ള മാർഗം തുറന്നു കൊടുത്തത്. അതുപോലെ നമ്മൾ ഇതിൽ പഠിക്കുന്ന ഈ ഐഡിയ കണക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ന്യായം പറഞ്ഞ് കറക്റ്റ് ഫ്ലോയിൽ അങ്ങോട്ട് കൊടുത്തിട്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ടും വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ഇംഗ്ലീഷ് ഭാഷ ഫലപ്രദമായിട്ട് സ്വന്തമാക്കി എടുക്കാം. ഇത്രയേ ഉള്ളൂ സംഗതി. അപ്പൊ നമ്മൾ ആ ഒരു ടെക്നിക്കിലേക്ക് പോവാണ്. ഓക്കെ, ഇന്നലെ പറഞ്ഞ അതേ സെന്റൻസ് നമ്മൾ ആരംഭിക്കാം. ഐ വാണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ്, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം. ഇനി നിങ്ങൾ നോക്കൂ, ആ ബി സ്ട്രക്ചറുകൾ കംപ്ലീറ്റ് നോക്കിയേ. അത് വെച്ച് നമ്മൾ പറയാനാണ് പോകുന്നത്. ഐ വാണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ് ബിക്കോസ് ഐ എം എ ലാംഗ്വേജ് ലവർ, അല്ലെങ്കിൽ ഐ ആം ഇൻട്രസ്റ്റഡ് ടു ഇംപ്രൂവ് മൈ ലാംഗ്വേജ് പേഴ്സണാലിറ്റി, എന്ത് വേണമെങ്കിൽ പറയാം. അപ്പൊ ഐ ആം കിട്ടി. വീണ്ടും പറയാം, ഐ വാണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ് ബിക്കോസ് ഐ വാസ് വീക്ക് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. അതുകൊണ്ടാണ് എനിക്കിപ്പോ ആഗ്രഹം വന്നത്. ഐ വാസ് വീക്ക് ഇൻ ഇംഗ്ലീഷ്. I want to speak English, then I will be confident to talk to the world. കണ്ടോ? അല്ലെങ്കിൽ then I will be confident to take English exams. അപ്പോൾ നോക്കൂ, then I will be. പക്ഷെ ഇവിടെ നമ്മൾ then വന്നു. നമ്മൾ പറഞ്ഞു ഈ 10 പൈസ ന്യായം പറഞ്ഞു, കറക്റ്റ് ന്യായം പറഞ്ഞിട്ട് ഇതിപ്പോ എന്റെ 10 പൈസ അല്ലേ, ഇതാ നീ പിടിച്ചോ, എനിക്ക് പഴം തന്നോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യായം ഉണ്ടല്ല. ആ ലോജിക്ക് കറക്റ്റ് ആയിട്ട് 10 പൈസ കൊടുത്താലാണ് പഴം കിട്ടുള്ളൂ. ലോജിക്ക് ഇല്ലാണ്ട് നമുക്ക് പഴം എടുക്കാൻ പറ്റില്ല. ഇതുപോലെ കറക്റ്റ് ഫ്ലോ കറക്റ്റ് ആവുന്ന ഐഡിയ കണക്ടർ വെച്ചുകൊണ്ട് വേണം നമുക്ക് ഈ ഐഡിയാസ് പറയാൻ. അതാണ് ഇവിടെ. Then I will be confident to talk to the world. ഇനി നോക്കൂ, I want to speak English. Then I can be more successful in my professional life. Then I can be. കണ്ട, എങ്കിൽ എനിക്ക് ഇങ്ങനെ ആവാൻ സാധിക്കും. അപ്പൊ can be അവിടെ വെച്ചു. അവിടെ നമ്മൾ then വെച്ചിട്ട് തന്നെയാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ഈ then പകരം but ഒന്ന് വെക്കാൻ നോക്കൂ, എന്തുണ്ടാവും? I want to speak English, but I can be successful. അത് ശരിയാവുന്നില്ല. അതാണ് പറഞ്ഞ ചേരും പടിയുള്ള ഐഡിയ കണക്ടർ വെച്ചാലേ അതിനൊരു സുഖം കിട്ടുള്ളൂ എന്ന് പറയുന്നത്. നമ്മുടെ അപ്പൂപ്പന്റെ തോർത്തുമുണ്ട് പായസത്തിലുള്ള കഥ ഓർമ്മയുണ്ടല്ലോ, അതുപോലെ ഇരിക്കും തോന്നിയ പോലെ ഐഡിയ കണക്ടേഴ്സ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ. ഇതിപ്പോ സിമ്പിൾ ആണ്, ആ മാച്ചിങ് ടെക്നിക്കാണ്. നെക്സ്റ്റ് വൺ നോക്കൂ, ഐ വാണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ്, then I may be the next HM of this school, അല്ലെങ്കിൽ I may be the next principal. ഒരു പക്ഷെ ഞാൻ അടുത്ത പ്രിൻസിപ്പൾ ഞാൻ ആയേക്കാം, സാധ്യതയുണ്ട്. പക്ഷെ അതിന് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം. ഐ വാണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ്. അപ്പോ then വെച്ച് പറയാം, അല്ലെങ്കിൽ പെർഹാപ്സ് വെച്ച് പറയാം. ഈ മേ എന്നുള്ള സ്ട്രക്ചറിലേക്ക് പോകുന്ന ഏറ്റവും എളുപ്പമാർഗമാണ് പെർഹാപ്സ്, മേ ബി, അല്ലെങ്കിൽ സംടൈംസ് എന്നൊക്കെ. നെക്സ്റ്റ് നോക്കാം,
I want to speak English, but one thing is there. I should be a bit more hardworking. ഇപ്പൊ ഈ മൂന്ന് ആശയത്തിലും പറഞ്ഞു കഴിയുമ്പോൾ അതിന്റെ ചില സിമിലാരിറ്റീസ്, സാദൃശ്യങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഏത് സ്ട്രക്ചറിലേക്കും പോകുന്നതിന് ഒരു 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 എളുപ്പമാർഗ്ഗമുണ്ട്. അത് നിങ്ങൾക്ക് ഇത് കഴിയുമ്പോൾ നമുക്കൊന്ന് ഒബ്സർവ് ചെയ്യാം. ഇപ്പൊ നോക്കിയേ, ബട്ട് വൺ തിങ് ഈസ് ദയർ, ഐ ഷുഡ് ബി എ ബിറ്റ് മോർ ഹാർഡ് വർക്കിംഗ്. അപ്പൊ അതും ഒരു യോജിപ്പ് ഒന്നില്ലേ? ഇനി അടുത്ത് നോക്കൂ, ഐ വാണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ്, ബട്ട് ആക്ച്വലി ഐ ഷുഡ് ഹാവ് ബീൻ എ ഫ്ലുവന്റ് സ്പീക്കർ ബൈ നൗ. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം, പക്ഷെ തുറന്നു പറയാലോ ഇതിനകം തന്നെ ഞാൻ ഫ്ലുവന്റ് ആവേണ്ട ആളായിരുന്നു, പക്ഷെ ആയില്ല. ഐ ഷുഡ് ഹാവ് ബീൻ ആവേണ്ടതായിരുന്നു. നമുക്ക് അങ്ങനെ ഒരു ഖേദം പറയാലോ, ഖേദപ്രകടനം നടത്താലോ, അത് പറയാം. ഇനി നോക്കൂ, ഐ വാണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഇൻഫാക്ട് ഇഫ് ഐ ന്യൂ ഇംഗ്ലീഷ് ഐ കുഡ് ഹാവ് ബീൻ ദ പ്രസിഡന്റ് ഓഫ് അവർ ക്ലബ്. ഇവിടെ ഈ ഓപ്പോസിറ്റ് ഫിക്സിലേക്ക് പോകുന്ന സമയത്ത് ചിലപ്പോൾ ഒരു സിമ്പിൾ ഐഡിയ കണക്ടർ മാത്രം വെച്ച് കഴിഞ്ഞാൽ ആ ഫ്ലോ കറക്റ്റ് ആവണമെന്നില്ല. അവിടെ ചിലപ്പോൾ ഒരു ഐഡിയ കണക്ടർ അടക്കമുള്ള ഒരു ചെറിയൊരു ഫ്രേസ്, ഒരു സെന്റൻസ് തന്നെ ചിലപ്പോൾ വെക്കേണ്ടി വരുമായിരിക്കാം. അതാണ് ഈ ഇഫ് വെച്ച് പറഞ്ഞത്. ഇഫ് ഐ ന്യൂ ഇംഗ്ലീഷ്, ശരിക്കും അത് ഇഫ് ഐ ന്യൂ എന്നുള്ളത് ഐ ഡു, അതിന്റെ പാസ്റ്റ് ആണ്. ഇഫ് ഐ ന്യൂ ഇംഗ്ലീഷ് ഐ കുഡ് ഹാവ് ബീൻ, എനിക്ക് ആകാമായിരുന്നു. ഐ കുഡ് ഹാവ് ബീൻ ദ പ്രസിഡന്റ് ഓഫ് അവർ ക്ലബ്. നമ്മുടെ ക്ലബിന്റെ പ്രസിഡന്റ് എനിക്ക് ആകാൻ പറ്റുമായിരുന്നു, എനിക്ക് അറിയുമായിരുന്നെങ്കിൽ. പക്ഷെ ആ ഒരു യോജിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇടയിൽ ഒരു സ്ട്രക്ചർ തന്നെ, ഒരു സെന്റൻസ് തന്നെ വെക്കേണ്ടി വന്നു. ഈ ഓപ്പോസിറ്റ് ഇഫക്റ്റിലേക്ക് കടക്കുന്ന സമയത്ത് ഇത്തരം ചില വിദ്യകൾ കൈക്കൽ വേണം. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ഇതേപോലെ തന്നെ പറയാം, ഐ വാണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ്. നോട്ട് ഓൺലി ദാറ്റ്, ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പറയാണ്, ആവാമായിരുന്നു. നോട്ട് ഓൺലി ദാറ്റ് ഐ വുഡ് ഹാവ് ബീൻ ദ പ്രസിഡന്റ് ഓഫ് അവർ റെസിഡൻസ് അസോസിയേഷൻ. ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടെ ഞാൻ ആയേനെ. ഐ വുഡ് ഹാവ് ബീൻ. അപ്പൊ ഒരു നോട്ട് ഓൺലി ദാറ്റ് വെച്ച് അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് ഇത് പറയാം. അല്ലെങ്കിൽ പറയാം, ഇഫ് ഐ ന്യൂ ഇംഗ്ലീഷ് ഐ വുഡ് ഹാവ് ബീൻ, അതും പറയാം, തനിച്ചും പറയാം. നെക്സ്റ്റ് നോക്കൂ, ഐ വാണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ് ബിക്കോസ് ഇൻ ദ പാസ്റ്റ് ഐ അവോയ്ഡഡ് ഇംഗ്ലീഷ്, പെർഹാപ്സ് ഐ മൈറ്റ് ഹാവ് ബീൻ അഫ്രൈഡ് ഓഫ് ഇംഗ്ലീഷ്. ഇപ്പൊ നോക്കൂ, മൈറ്റ് ഹാവ് ബീൻ, ഞാനൊരു പക്ഷെ ഇങ്ങനെ ആയിരുന്നിരിക്കാം, എനിക്ക് ഇംഗ്ലീഷിനോട് ഒരല്പം ഭയമുള്ള ഒരാളായിരുന്നിരിക്കാം, അതുകൊണ്ടാവാം ഞാൻ മുൻപ് ഇംഗ്ലീഷ് അവോയ്ഡ് ചെയ്തത്. അപ്പൊ ആ അവോയ്ഡ് ചെയ്തിട്ടുള്ള ആ സ്ട്രക്ചർ, ആ ഒരു സെന്റൻസ് ഇതിന്റെ ഇടയിൽ ഒരു ലിങ്കിങ് സെന്റൻസ് ആയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. എങ്ങനെ പറയും? ബിക്കോസ് ഇൻ ദ പാസ്റ്റ് ഐ അവോയ്ഡഡ് ഇംഗ്ലീഷ്. അവിടെ ഒരു ഐ ഡിഡ് ഡു ഇണ്ടും വന്നിട്ടുണ്ട്. അപ്പൊ ഡിഡിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ മൈറ്റ് ഹാവ് ബീനിലേക്ക് വന്നത്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ഓപ്പോസിറ്റ് ഫിക്സ് ഷുഡ് ഹാവ് ബീൻ, കുഡ് ഹാവ് ബീൻ, മൈറ്റ് ഹാവ് ബീൻ, ഇതൊക്കെ പറയുന്ന സമയത്ത് ചുമ്മാ ഒരു ഐഡിയ കണക്ടർ മാത്രം വെച്ചത് കൊണ്ട് ചിലപ്പോൾ അങ്ങോട്ടേക്കുള്ള ഫ്ലോ കറക്റ്റ് ആയി കിട്ടണമെന്നില്ല. അപ്പൊ ഒരു സെന്റൻസ് തന്നെ അവിടെ വെക്കണം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ടെക്നിക്ക്. എങ്കിൽ നമുക്ക് ഇതേ ഐഡിയ നമുക്ക് ഡൂയിലേക്ക് ഒന്ന് പറഞ്ഞു നോക്കിയൂടെ. ഇപ്പൊ ബിയില് ഇതെല്ലാം പറയാമെന്ന് മനസ്സിലായില്ലേ? എങ്കിൽ നമുക്ക് ഈ ഐ വാണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ് വെച്ച് ഇനി ഡൂ ഐഡിയൽസ് കംപ്ലീറ്റ് സ്ട്രക്ചേഴ്സ് ആയിട്ട് ഒന്ന് ലിങ്ക് ചെയ്ത് നോക്കാം. ഇനി ഡൂവിന് കൊടുക്കാം 10 പൈസ. ഇപ്പൊ ഇത്രയും കാലം ബിക്കല്ല 10 പൈസ കൊടുത്ത് ആ പഴം വാങ്ങിച്ചത്. ഇനി ഡൂവിന് ഈ 10 പൈസകൾ കൊടുത്ത് അവന്റെ കയ്യിലുള്ള പഴങ്ങൾ കംപ്ലീറ്റ് നമുക്ക് അടിച്ചു മാറ്റാം. See friends, I want to speak English. That's why I am attending this class. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം, അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. കണ്ട, ദാറ്റ്സ് വൈ. ഇവിടെ ദാറ്റ്സ് വൈ ഒന്നും ബിക്കോസ് ഐ എം അറ്റൻഡിങ് ദിസ് ക്ലാസ് ശരിയാവില്ല. മുൻപ് പറഞ്ഞ പോലെ കണ്ട, ഇവിടെയും ആ ഫ്ലോക്ക് അനുയോജ്യമായിട്ട് ദാറ്റ്സ് വൈ വെച്ചപ്പോഴാണ് അത് ഭംഗിയായത്. ഐ വാണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ്, ദാറ്റ്സ് വൈ ഐ ആം ഡൂയിങ് ദിസ് കോഴ്സ്. ഇത് തന്നെ ഐ വാണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ്, ദാറ്റ്സ് വൈ ഐ അറ്റൻഡ് ദിസ് ക്ലാസ്. ഞാൻ അറ്റൻഡ് ചെയ്യുന്നത് എന്റെ ഹാബിറ്റ് ആയിട്ട്. ഐ ആം ഡൂയിങ്ങും ഐ ഡൂവും രണ്ടും ഒരുപോലെ തന്നെ ഈ ദാറ്റ്സ് വൈ വെച്ച് പറഞ്ഞു. ഇപ്പൊ 2 എണ്ണം കഴിഞ്ഞു. ഇനി പറയാം, ഐ വാണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ് ആൻഡ് ഇഫ് ഐ നോ ഇംഗ്ലീഷ് ഐ വിൽ ഗെറ്റ് എ ബെറ്റർ ജോബ്. ഇവിടെ നമ്മൾ ഇഫ് ഐ നോ, ഇഫ് ഐ ഡു, ഒരു സ്ട്രക്ചർ തന്നെ, ഒരു സെന്റൻസ് തന്നെ അവിടെ പറഞ്ഞു. എന്നിട്ടാണ് ഐ വിൽ ഡൂയിലേക്ക് പോയത്. ഇവിടെയും നമുക്കൊരു സിമ്പിൾ ഐഡിയ കണക്ടർ ഉപയോഗിച്ചുകൊണ്ട് ഈ ഐ വിൽ ഡൂയിലേക്ക് പോകാൻ പറ്റും. എങ്കിലും നമ്മൾ എല്ലാ ടെക്നിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി പറഞ്ഞ് പഠിക്കുന്നത് നമുക്കൊരു ശീലമാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ തന്നെ ഒരു സ്ട്രക്ചർ ഞാൻ മൊത്തം വെച്ചത്. ഇപ്പൊ നോക്കി, ഐ വാണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ് and if I know English, I will get a better job. ഇതിന് പകരം വെറുതെ ഒരു then വെച്ചാൽ മതി. I want to speak English, then I will get a better job. ബസ്, സിമ്പിൾ, കഴിഞ്ഞു. പക്ഷെ ആ ചെറിയ ഒരു ഐഡിയ കണക്ടർ ആയിട്ടുള്ള then എന്നുള്ളതിന് പകരം and if I know English എന്നുള്ളൊരു സെന്റൻസ് തന്നെ അവിടെ വെച്ചിട്ട് അടുത്തതിലേക്ക് പോയി. അപ്പൊ കണക്റ്റിംഗ് ടെക്നിക്ക് എന്നുള്ള ഈ ഒരു സൂത്രവിദ്യയാണ് ശരിക്കും ആക്ച്വലി നമ്മുടെ മർമ്മപ്രധാനമായിട്ടുള്ള ഭാഗം. അതിപ്പോ നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങുന്നുണ്ടല്ലോ. ഇതുപോലെ പച്ചയ്ക്ക് ഇന്നോളം ഒരാളും ആർക്കും പറഞ്ഞു തന്നിട്ടില്ല. ഇങ്ങനെ ഒരു ടെക്നിക്ക് ഇതിന്റെ ഉള്ളിൽ ഉണ്ടെന്ന് പോലും അധികം ആളുകൾക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നുള്ളത് മറ്റൊരു വസ്തുത. ഇനി അറിയുന്ന കുറച്ച് പേരുണ്ട്, അവരാണെങ്കിലോ പല കാരണങ്ങൾ കൊണ്ട് ഇത് പുറത്തേക്ക് അധികം പറഞ്ഞു കൊടുത്തിട്ടില്ല. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. Well friends, I want to speak English. In fact, I tried a lot of methods in the past. And ഞാൻ ശ്രമിച്ചിരുന്നു ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടിയിട്ട്. But unfortunately, I couldn't develop. But വീണ്ടും കണക്ട് ചെയ്താണ്ട് പോകണം. But unfortunately, I couldn't develop.
ഇത് നമ്മൾ രണ്ടെണ്ണം മാത്രമേ പിടിക്കുന്നുള്ളൂ. പക്ഷെ അവിടെ നിന്ന് അങ്ങ് അത് വളർന്നങ്ങ് പോകും. അതിന്റെ ഒരു ഫ്ലോ ആണ് ഇപ്പൊ യാദൃശ്യമായിട്ട് അങ്ങ് സംഭവിച്ചത്. അടുത്ത് നോക്കിയോളൂ. Well, friends, I want to speak English, and to be frank, I have bought many English-speaking programs. സംസാരിക്കാനൊക്കെ ആഗ്രഹമുണ്ട്. അതിന്റെ ഇടയിൽ ഒരു കാര്യം സത്യമായിട്ട് പറയട്ടെ, വാസ്തവത്തിൽ ഞാൻ കുറെ പ്രോഗ്രാംസ് ഇതിനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഐ ഹാവ് ബോട്ട് ഹാവ് ഡൺ. അപ്പൊ ഐ വാണ്ട് ടു ഡു പറഞ്ഞിട്ട് ഐ ഹാവ് ഡണിലേക്ക് സിമ്പിൾ ആയിട്ട് കണക്ട് ചെയ്തു. അടുത്ത് നോക്കി, ക്യാൻ ഡു ആണ് അടുത്തത്. Well, friends, I want to speak English. Then I can interact with the people in English. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം. Then I can interact with the people in English. എങ്കിൽ എനിക്ക് ആളുകളുമായി ഇംഗ്ലീഷിൽ ഇന്ററാക്ട് ചെയ്യാം, സംഭാഷണം നടത്താം. Then സിമ്പിൾ ആയിട്ട് ക്യാൻഡോയിലേക്ക് പോയി. ഇത് തന്നെ നോക്കൂ. I want to speak English. Then I may become more influential in my society. ഞാൻ കൂടുതൽ ഒരു ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണാലിറ്റി, an influencer. അങ്ങനെയുള്ള ഒരാളായി ഞാൻ മാറിയേക്കാം. ഐ ക്യാൻ ബിക്കം, എനിക്ക് ആവാൻ സാധ്യതയുണ്ട്. ഐ ക്യാൻ ബിക്കം, ഐ മേ ബിക്കം. ഞാൻ ആവാൻ സാധ്യത, ഐ മേ ബിക്കം പറഞ്ഞു. ഐ മേ ബിക്കം an influential personality in my society or in our society. ഐ മേ ബിക്കം. ഓക്കെ, നോക്കി അടുത്ത് നോക്കൂ. ഇനി ഷുഡ് ഡു ആണ് കേട്ടോ, ചെയ്യണം. അപ്പൊ ഷുഡ് ഡുവിന് കോമൺ ആയിട്ടുള്ള സംഗതികൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫോർ ദാറ്റ് അല്ലെങ്കിൽ വൺ തിങ് ഈസ് ദയർ, ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ വെച്ചിട്ടാണ് ആ ഷുഡ് ഡു പറയുന്നത്. കാരണം ഡ്യൂട്ടി സെൻസ് ആണ് നമ്മൾ അവിടെ ഉണർത്തിക്കൊണ്ടുവരുന്നത്. ഇത് ഓരോ സ്ട്രക്ചറിലേക്ക് പോകുമ്പോഴും നിങ്ങൾ ആ സ്ട്രക്ചർ എന്ത് ആശയത്തെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളൊരു ബോധം മനസ്സിൽ വ്യക്തമായിട്ട് ഉണർന്നു വരണം. ആ ഒരു ആശയതലം നമ്മുടെ ഉള്ളിൽ ഉണർന്നു വന്നാൽ അതിനനുയോജ്യമായിട്ടുള്ള ഐഡിയ കണക്ഷനിലൂടെ അത് അങ്ങോട്ടേക്ക് പോകും. അപ്പൊ ഈ ഐഡിയ അവിടെ ശരിക്കും ജ്വലിച്ച് നിന്നാലാണ് അതിന് പറ്റിയ രീതിയിലുള്ള ഒരു ചാട്ടം നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ചാടുള്ളൂ. ഓക്കെ, അപ്പൊ ഷുഡ് പറയുമ്പോഴോ ഞാൻ ഇങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് ലിങ്ക് ചെയ്ത് നോക്കുക. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം, പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ആവണ്ട. അപ്പൊ പക്ഷെ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു പക്ഷെ അവിടേക്ക് വരവേണ്ട. അതിന് ഞാൻ കുറച്ചും കൂടി സ്മാർട്ട് ആവണം. ഫോർ ദാറ്റ് അവിടെ സ്വാഭാവികമായിട്ട് സിമ്പിൾ ആയിട്ട് കയറി വരും. കാരണം ഞാൻ സ്മാർട്ട് ആകണം. കണ്ട, ഇങ്ങനെ ഒരു ഫീലിംഗ് വരുമ്പോ ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ചാടണമെങ്കിൽ ഒരു ബട്ടന്റെ ഒരു സഹായം അങ്ങനെ. ബട്ട് വൺ തിങ് ഈസ് ദയർ, അല്ലെങ്കിൽ ഫോർ ദാറ്റ് അതിന് ഇത്തരത്തിലുള്ള ഒരു സംഗതി അവിടെ എളുപ്പം നമ്മൾക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വരും ഐഡിയ കണക്ടർ. അതിന് നമ്മളെ സഹായിച്ചത് ഈ ഐഡിയയെ ഒന്ന് ഉണർത്തി വിടുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, സോ നോക്കൂ. ഐ വാണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ്, ബട്ട് വൺ തിങ് ഈസ് ദയർ, I should practice a bit more, or you can say I should practice more systematically. ഞാൻ കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. കണ്ട, സിമ്പിൾ ആയില്ലേ? ഇനി നോക്കൂ. I want to speak English. In fact, I should have thought of it a long time ago. കണ്ടാ, ഞാൻ ഇതിനെ കുറിച്ച് കുറച്ചുകൂടെ മുൻപ് ആലോചിക്കേണ്ടതായിരുന്നു. ഇൻഫാക്ട് നമ്മൾ ഇൻഫാക്ട് ആക്ച്വലി അത്തരത്തിലുള്ള യൂണിവേഴ്സൽ കണക്ഷൻസ് ഇത്തരത്തിലുള്ള ടഫ് ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ഉപയോഗിക്കാനുള്ളതാണ് എന്നുള്ളൊരു പോയിന്റ് മനസ്സിൽ സൂക്ഷിക്കുക. അപ്പൊ നോക്കിയേ, ഐ വാണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ്, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം. വാസ്തവത്തിൽ ഞാനിത് കുറച്ച് മുൻപേ ആലോചിക്കേണ്ടതായിരുന്നു. ആക്ച്വലി ഐ ഷുഡ് ഹാവ് തോട്ട് ഓഫ് ദിസ് ഐഡിയ എ ലിറ്റിൽ ഏർലിയർ, കുറച്ച് നേരത്തെ ആലോചിക്കേണ്ടതായിരുന്നു. പക്ഷെ ആലോചിച്ചില്ല. ഓപ്പോസിറ്റ് ഇഫക്റ്റ്. അതേപോലെ അടുത്ത് നോക്കൂ. ഇനി വരുന്ന സംഗതികളിൽ നമ്മൾ പറഞ്ഞു ആ ഓപ്പോസിറ്റ് ഇഫക്റ്റിലാണെങ്കിൽ സിമ്പിൾ കണക്ഷൻസ് ചിലപ്പോൾ സൂട്ട് ആവില്ല. അപ്പൊ നമ്മളൊരു സെന്റൻസ് തന്നെ കണക്ഷൻ പോലെ ഉപയോഗിക്കും. ഇഫ് വെച്ചിട്ടാണ് അവിടെ നമുക്ക് ഏറ്റവും എളുപ്പം പറയാൻ സാധിക്കുക. അതൊന്ന് ശ്രദ്ധിക്കുക. നോക്കിയോളൂ. ഐ വാണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഇഫ് ഐ ന്യൂ ഇംഗ്ലീഷ് ഐ കുഡ് ഹാവ് പാസ്ഡ് മെനി ടെസ്റ്റ്. ഇംഗ്ലീഷ് അറിയുമായിരുന്നെങ്കിൽ എനിക്ക് കുറെ ടെസ്റ്റുകൾ പാസ്സാവാൻ പറ്റുമായിരുന്നു കേട്ടോ. പക്ഷെ പാസ്സായില്ല, കാരണം ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു. കണ്ട, അവിടെയും ഓപ്പോസിറ്റ് ഇഫക്ട്സ്. അതുകൊണ്ടാണ് എനിക്ക് ഇപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ആഗ്രഹം വന്നത്. നൗ ഐ വാണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഇൻഫാക്ട് ഇൻ ദ പാസ്റ്റ് ഐ ഡിഡ്ന്റ് നോ ഇംഗ്ലീഷ്. അതിനെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. ഇഫ് ഐ ന്യൂ ഇംഗ്ലീഷ് ഐ കുഡ് ഹാവ് പാസ്സാവാൻ പറ്റുമായിരുന്നു മെനി ഇംഗ്ലീഷ് ടെസ്റ്റ്. ഇനി അതന്നെ നോട്ട് ഓൺലി ദാറ്റ് വെച്ച് പറയാം. ഇത് മാത്രമല്ല, ഐ വുഡ് ഹാവ് ഗോട്ട് മച്ച് ബെറ്റർ പ്ലേസ്മെന്റ്സ്. എനിക്ക് നല്ല ഓഫറുകൾ, ജോലികൾ കിട്ടിയേനെ. ഐ വുഡ് ഹാവ് ഗോട്ട്, ഓർ പീപ്പിൾ വുഡ് ഹാവ് ഗിവൺ മീ, ആളുകൾ എനിക്ക് തന്നേനെ. കണ്ട, ചെയ്തേനെ, അതാണ് വുഡ് ഹാവ് ഡൺ. അപ്പൊ എനിക്ക് കിട്ടിയേനെന്നാവുമ്പോ ഐ വുഡ് ഹാവ് ഗോട്ട്, അവർ തന്നേനെന്നാവുമ്പോ ദേ വുഡ് ഹാവ് ഗിവൺ മീ, എനിക്ക് തന്നേനെ. എന്ത്? ബെറ്റർ പ്ലേസ്മെന്റ്സ്, ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്. ഇത് നോട്ട് ഓൺലി ദാറ്റ് പറയാതെ ആ മുമ്പത്തെ അതേ ടെക്നിക്കാണ് പറയാം. ഇഫ് ഐ ന്യൂ ഇംഗ്ലീഷ് ഐ വുഡ് ഹാവ് ഗോട്ട്, അങ്ങനെ പറയാം. അങ്ങനെയും പറയാം. രണ്ട് ഓപ്ഷൻ അവിടെ നമുക്ക് പറയാലോ. ഇനി ലാസ്റ്റ് പറയാം. വെൽ, ഐ വാണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ് ബട്ട് ഐ ഡിഡ്ന്റ് സ്റ്റഡി ഇംഗ്ലീഷ്. എനിക്ക് സംസാരിക്കാം. ഇത് നമ്മളൊരു കുറച്ച് എലാബറേറ്റ് ചെയ്ത് പറഞ്ഞു. കാരണം മൈറ്റ് ഹാവ് ഡൺ, അത് മൈറ്റ് ഹാവ് ബീൻ ആയാലും മൈറ്റ് ഹാവ് ഡൺ ആയാലും മൈറ്റ് ഹാവ് ഹാഡ് ആയാലും ആ മൈറ്റ് വെച്ചിട്ടുള്ള ആ ഒരു ഓപ്പോസിറ്റ് ഘടന, അത് ഓപ്പോസിറ്റ് അല്ല, അതൊരു ഊഹം പറയുന്നതാണ്. അതിന് ഒരു കണക്ഷൻ മാത്രം ചുമ്മാ ചിലപ്പോൾ ചേരില്ല. അപ്പൊ നമ്മളൊരു സെന്റൻസ് തന്നെ നമ്മൾ പറഞ്ഞു,
ഒരു ലിങ്കിങ് സെന്റൻസ് ഇഫ് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിന്റെ ഒരു ന്യായമായിട്ട് പറയണം. എന്നാലാണ് ഐ മൈറ്റ് ഹാവ് ബീൻ ഓർ ഐ മൈറ്റ് ഹാവ് ഡൺ ഓർ ഐ മൈറ്റ് ഹാവ് ഹാഡ് എന്നുള്ളത് എളുപ്പം അങ്ങ് നമുക്ക് മിക്സ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അതിനുള്ള ഒരു റീസൺ ആണ് നമ്മളോട് പറയുന്നത്. നോക്കിയേ, ബട്ട് ഐ ഡിഡ്ന്റ് സ്റ്റഡി ഇംഗ്ലീഷ്. പക്ഷെ ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിരുന്നില്ല. എന്നിട്ട് അതിന്റെ റീസൺ ആയിട്ട് പറയുന്നത് പെർഹാപ്സ് ഐ മൈറ്റ് ഹാവ് എക്സ്പീരിയൻസ്ഡ് or I might have faced some bitter experiences. അല്ലെങ്കിൽ I might have ignored. ഞാൻ അവഗണിച്ചിട്ടുണ്ടായിരിക്കാം, എനിക്ക് ഉറപ്പില്ല. അതാണ് കണ്ട, I might have ignored the importance of English in our life. അതുകൊണ്ടാണ് ഞാൻ പഠിക്കാതിരുന്നത്. പക്ഷെ അതുകൊണ്ട് എനിക്ക് ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കണം. ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കാനുള്ള ആഗ്രഹം പറയാൻ കാരണം ഞാൻ മുമ്പ് പഠിച്ചില്ല. ആ പഠിക്കാത്തതിന്റെ കാരണമാണ് പറയുന്നത്. ഒരു പക്ഷെ ഞാൻ അവഗണിച്ചിരിക്കാം പണ്ട്. കണ്ട, അപ്പൊ ആ ഒരു ഫ്ലോ അങ്ങനെ വന്നില്ലേ. ഇതുപോലെ മൈറ്റ് ഹാവ് ബീൻ, മൈറ്റ് ഹാവ് ഡൺ, മൈറ്റ് ഹാവ് ഹാഡ് ഇത് പറയുമ്പോൾ ഓപ്പോസിറ്റ് ഇഫക്റ്റ് എന്നുള്ള ആ ഒരു സ്വരം, ആ ഒരു ധ്വനി വരരുത്. ഊഹം, ഒരു പക്ഷെ ഇങ്ങനെ ആയിരുന്നിരിക്കാം, ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കാം, ഇങ്ങനെ ഉണ്ടായിരുന്നിരിക്കാം. കണ്ട, ഈ ഒരു സെൻസിലൂടെ വേണം അവിടേക്ക് കടക്കാൻ. അപ്പൊ അങ്ങോട്ട് കടക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഫ്ലോ എളുപ്പമാക്കാനാണ് പറയുന്നത്. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്ത് പറഞ്ഞിട്ട് വേണം അങ്ങോട്ട് കടക്കാൻ. ഇപ്പൊ ഡൂവിന്റെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ലേ, എങ്കിൽ ഇതേപോലെ നമുക്ക് ഹാവിന്റെ ട്രാക്സ് ഒരു 10 ഉണ്ടല്ലോ, അതിലേക്ക് നമുക്ക് ഇത് സെയിം സെന്റൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഈ 10 പൈസ കൊടുത്തുകൊണ്ട് അതിലത്തെ എല്ലാ സ്ട്രക്ചറുകളും എല്ലാ പഴങ്ങളും നമുക്ക് അടിച്ചു മാറ്റാം. അതും കൂടി നമുക്ക് നോക്കാം. Friends, I want to speak English because I have a lot of English speaking friends. Very simple. I want to speak English because I have lots of English speaking friends in India and abroad. ഇവിടെയും അവിടെയായിട്ട് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അതുകൊണ്ടാണ് എനിക്ക് വേണമെന്ന് പറഞ്ഞത്. വീണ്ടും രണ്ടാമത് പറയാ, ഐ വാണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ് ബിക്കോസ് ഐ ഹാഡ് ലോട്ട് ഓഫ് പ്രോബ്ലംസ് ബിക്കോസ് ഓഫ് ഇറ്റ്. എനിക്ക് അത് ഇംഗ്ലീഷ് കാരണം ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു പണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. കണ്ട, ഐ ഹാഡ് ലോട്ട്സ് ഓഫ് പ്രോബ്ലംസ് ഇൻ ദ പാസ്റ്റ്. ഐ ഹാഡ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ് ബിക്കോസ് ഓഫ് ഇറ്റ്. അല്ലെങ്കിൽ പറയാം ബിക്കോസ് ഓഫ് ദ ലേക്ക് ഓഫ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷിന്റെ അഭാവം മൂലം എനിക്ക് കുറെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഐ ഹാഡ്. അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നത്. ഇപ്പൊ ഇത് നിങ്ങൾ തിരിച്ചെന്ന് പറയാൻ നോക്കിയേ. You see, friends, in the past, I had some problems because of the lack of English. That's why I want to speak English. അല്ലെങ്കിൽ പറയാം, so I want to speak English. തിരിച്ചു വന്നപ്പോ എന്തായി? That's why I, അല്ലെങ്കിൽ so I. ഇതാണ് ഇവിടെ അവിടുന്ന് ഇങ്ങോട്ട് വരണ ആ ഒരു കണക്ഷൻ ആവണമെന്നില്ല. തിരിച്ച് അങ്ങോട്ട് പോകുമ്പോ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോ ഇവിടുന്ന് പോണ ഒരു സ്റ്റൈലില് നമ്മള് ആ ഒഴുക്കിന് അവിടേക്ക്, അപ്പൊ നമ്മൾ അവിടുത്തെ ആശയമല്ലേ ഉണർത്തി വെക്കുന്നത്. അപ്പൊ അത് പറയാൻ വേണ്ടിട്ട് ഏതായിരിക്കും നന്നാവുക? അങ്ങോട്ടേക്ക് ആ ഒരു കണക്ഷൻ ഉപയോഗിച്ചിട്ട് വേണം പറയാൻ. കണ്ടില്ലേ, അവിടുന്ന് ഇങ്ങോട്ട് വന്ന വഴി എങ്ങനെയാണ്? വെൽ ഫ്രണ്ട്സ്, ഐ വാണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ് ബിക്കോസ് ഐ ഹാഡ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ് ബിക്കോസ് ഓഫ് ഇംഗ്ലീഷ് ഇൻ ദ പാസ്റ്റ്. അതങ്ങനെ പറഞ്ഞു. ഇനി ഇത് ആദ്യം പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ബിക്കോസ് ആവില്ല പറയേണ്ടത്. നോക്കിയേ, I had a lot of problems in the past because of English. That's why I want to speak English. അല്ലെങ്കിൽ so I want to speak English. അതുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം. I want to study English. ഇങ്ങോട്ട് പോകണം, അത് ടെക്നിക്കല്ല, അങ്ങോട്ട്. എത്ര മനസ്സിലാക്കിയാൽ മതി. അത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താലും അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു കണക്റ്റിംഗ് ഫ്രേസിലൂടെ അങ്ങ് കടക്കുക. ഇതാണ് അതിന്റെ സൂത്രം. അടുത്ത് നോക്കാം. Well friends, I want to speak English and then I will have more opportunities. I want to speak English and then I will have more opportunities. കണ്ട, എനിക്ക് കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. ആൻഡ് ദെൻ അതതിന്റെ ഒരു ഇതാണ്. അപ്പൊ ആൻഡ് എന്നൊക്കെ പറയുമ്പോൾ അതിന് സമാനമായിട്ടുള്ള അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള കുറെ സംഗതികൾ പറയുന്നതാണ്. ബട്ട് വയ്ക്കുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ആശയം പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നോക്കൂ. ഐ വാണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ് then I can have a bright future. അവിടെയും നമുക്ക് then വയ്ക്കാം, എങ്കിൽ എനിക്ക് നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഐ ക്യാൻ ഹാവ്. ഈ ക്യാൻ ഹാവ് പറയുമ്പോൾ മേ ഹാവ് പറയുന്ന പോലെ തന്നെയാണ്. then I can have or then I may have. രണ്ടും ഏകദേശം ഒരേ സെൻസിൽ വരും ഇത്തരം ഒരു ഭാഗത്ത്. I want to speak English, then I may have a lot of opportunities or I may have better chances in my professional career. അങ്ങനെ may have or I can have രണ്ടും ഏകദേശം ഒരുപോലെ പറയാം. ഇനി ഷുഡ് ഹാവിലേക്ക് പറയാം. See friends, I want to speak English, but for that, കണ്ട ഈ ഷുഡിലേക്ക് പോകുമ്പോൾ but for that, but one thing is there. ഇത്ര തന്നെയാണ് ഏറ്റവും എളുപ്പം പറയാനുള്ള ആ കണക്റ്റിംഗ് ഫ്രേസസ്. മനസ്സിലായല്ലോ? ശ്രദ്ധിക്കുക. ഈ ചാർട്ട്, നിങ്ങളുടെ PDF ചാർട്ട് നോക്കിയാൽ സമാനതകൾ ഓരോന്നിലേക്കും പോകുമ്പോൾ എങ്ങനെയാണെന്ന് ശരിക്കും നിരീക്ഷിച്ചാൽ ഇതിന്റെ മിക്സിംഗിന്റെ ആ കെമിസ്ട്രി നിങ്ങൾക്ക് അഴിച്ചെടുക്കാം. സിമ്പിൾ ആണ്. ഓക്കെ. Well friends, I want to speak English, but for that I should have a systematic training program or I should have a qualified trainer. അല്ലെങ്കിൽ എനിക്കൊരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടാവണം, അല്ലെങ്കിൽ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ട്രെയിനർ ഉണ്ടാകണം. I should have. Okay, I should have പറഞ്ഞു. Well friends, I want to speak English. As a matter of fact, I should have had such a trainer or such a training much earlier. വാസ്തവം പറയുകയാണെങ്കിൽ എനിക്ക് ഇത്തരം ക്ലാസ്സുകൾ മുൻപേ ഉണ്ടാവേണ്ടതായിരുന്നു.
ഐ ഷുഡ് ഹാവ് ഹാഡ് ഉണ്ടാവേണ്ടതായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ആ കുഡ് ഹാവ് ഹാഡും അതിലേക്ക് നമ്മൾ മുൻപ് ഉപയോഗിച്ചിരുന്ന ബിയിലും ഹാവിലും ഉപയോഗിച്ചിരുന്ന ഒരു സൂത്രമുണ്ട്, ഒരു തന്ത്രമുണ്ട്. എന്ത്? ഇഫ് വെച്ച് പറഞ്ഞിട്ട് ഒരു സ്ട്രക്ചർ, ഒരു സെന്റൻസ് അങ്ങനെ തന്നെ ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ നമ്മൾ പ്രയോഗിച്ചിരുന്നു. അങ്ങനെയാണ് ആ ഫ്ലോ, ആ ഒഴുക്ക് എളുപ്പമാക്കി മാറ്റിയത്. ശ്രദ്ധിച്ചില്ലേ? നമ്മൾ അത് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. നോക്കിക്കോളൂ. വെൽ ഫ്രണ്ട്സ്, ഐ വാണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഇഫ് ഐ ന്യൂ ഇംഗ്ലീഷ്, ഐ കുഡ് ഹാവ് ഹാഡ്, എനിക്ക് സ്വന്തമാക്കുമായിരുന്നു. ഐ കുഡ് ഹാവ് ഹാഡ് എ ബെറ്റർ ജോബ് ആൻഡ് ബെറ്റർ സാലറി. ഇഫ് ഐ ന്യൂ ഇംഗ്ലീഷ് അറിയുമായിരുന്നെങ്കിൽ ഐ കുഡ് ഹാവ് ഹാഡ്. ഇതെന്നെ പറയാം, ഇഫ് ഐ ന്യൂ ഇംഗ്ലീഷ് ഐ വുഡ് ഹാവ് ഹാഡ്. എനിക്ക് കിട്ടിയാനായി. രണ്ടൊന്ന് പറയാം. ഇനി ഒന്നാമത്തെ പറഞ്ഞിട്ട് നോട്ട് ഓൺലി ദാറ്റ് വെച്ച് ഇങ്ങോട്ട് കിടക്കാം. ഇഫ് ഐ ന്യൂ ഇംഗ്ലീഷ് ഐ കുഡ് ഹാവ് ഹാഡ് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്. നോട്ട് ഓൺലി ദാറ്റ് ഐ വുഡ് ഹാവ് ഹാഡ്, എനിക്ക് കിട്ടിയാനെ ഐ വുഡ് ഹാവ് ഹാഡ് ബെറ്റർ സാലറി. അപ്പൊ ആ കുഡ് ഹാവ് ഹാഡും വുഡ് ഹാവ് ഹാഡും അത് ഈ ബി ഡു ഹാവ് മൂന്ന് ഐഡിയയിലും ഒരുപോലെ തന്നെയാണ് ഇത്തരം സ്റ്റൈലുകളിലൂടെ നമ്മൾ പറഞ്ഞു പഠിക്കുന്നത് എന്നും ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തുക. എങ്കിൽ ലാസ്റ്റിൽ കുറച്ചുകൂടി ന്യായം പറയണം. കാരണം അത് ഓപ്പോസിറ്റ് ഇഫക്റ്റ് അല്ല, ഒരു ഊഹം പറയുന്നതാണ്. നമ്മൾ ആ ഗ്രൂപ്പിൽ ഇട്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. നോക്കിക്കോളൂ. വെൽ ഫ്രണ്ട്സ്, ഐ വാണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ് ബട്ട് ഐ ഓൾവേസ് അവോയ്ഡഡ് ഇംഗ്ലീഷ്. പക്ഷെ ഞാൻ എപ്പോഴും ഇംഗ്ലീഷിനെ അവോയ്ഡ് ചെയ്തിരുന്ന ഒരാളായിരുന്നു. ഇപ്പൊ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. ബട്ട് ഐ ഓൾവേസ് അവോയ്ഡഡ് ഇംഗ്ലീഷ് ഇൻ ദ പാസ്റ്റ്. മുൻപ് ഞാൻ എപ്പോഴും ഇംഗ്ലീഷിനെ അവോയ്ഡ് ചെയ്തിരുന്നു. ഇനി അതിന്റെ ഒരു റീസൺ ആയിട്ട് ഒരു ഊഹം പറയാണ്. അപ്പോഴാണ് നമുക്ക് മൈറ്റ് ഹാവ് ഹാഡ് പറയാൻ പറ്റുള്ളൂ. Perhaps, I might have had some bitter experiences in the past. ഒരു പക്ഷെ എന്റെ മുൻകാലങ്ങളിൽ, എന്റെ കുട്ടിക്കാലത്ത് എന്തെങ്കിലും ദുരാനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അത് ചുരുക്കി പറയുകയാണെങ്കിൽ ഉണ്ടായിരുന്നിരിക്കാം എന്ന് പറഞ്ഞാൽ മതി. ഉണ്ടായിട്ടുണ്ടായിരിക്കാം എന്നൊന്നും പറയണ്ട. അങ്ങനെയൊന്നും ഇപ്പൊ റിയൽ ലൈഫിൽ സംസാരിക്കില്ലാരും. ഒരു പക്ഷെ ഇത്തരം ദുരാനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടാണ് ഐ മൈറ്റ് ഹാവ് ഹാഡ് സം ബിറ്റർ എക്സ്പീരിയൻസസ് ഇൻ ദ പാസ്റ്റ്. ദാറ്റ്സ് വൈ ഐ അവോയ്ഡഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. But anyway, at the moment, I want to speak English. കണ്ട, ഇപ്പൊ തിരിച്ചു വന്നപ്പോ എന്താ? But at the moment, I want, but anyway. പക്ഷെ എന്തിനായാലും നേരെ ബട്ട് വെച്ചിട്ടാണ് ഇപ്പൊ തുടക്കത്തിൽ ഈ പോണ പോക്ക്. കണ്ട, വന്ന വഴിയല്ല, തിരിച്ച് അങ്ങോട്ടുള്ള പോക്ക്. അതിന് ആ പോകുന്നതിനനുസരിച്ച് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടപ്പോ നമ്മുടെ ലക്ഷ്യം ഇതാണ്. പക്ഷെ ഇവിടുന്ന് പോകുമ്പോ ഇതല്ല ലക്ഷ്യം, അതാണ് ലക്ഷ്യം. അപ്പൊ അതിനനുസരിച്ചിട്ട് വേണം ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി തിരിച്ചു വിടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ബിയും ഡൂവും ഹാവിലുള്ള എല്ലാ സ്ട്രക്ചറുകളിലൂടെയും ഒരു സിമ്പിൾ സെന്റൻസിനെ കടത്തി വിടാം എന്ന് നമ്മൾ പഠിച്ചു. തിരിച്ചങ്ങോട്ടും വിടാം. ദാറ്റ് മീൻസ് എന്തും ഏതിനോടും നമുക്ക് കൂട്ടിച്ചേർത്ത് സിമ്പിൾ ഇംഗ്ലീഷ് കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയെടുക്കാം, സൃഷ്ടിക്കാൻ പറ്റും. ആ ടെക്നിക്കാണ് ഇപ്പോൾ നമ്മൾ കൈക്കലാക്കിയിരിക്കുന്നത്. ഇനി ഇതിനപ്പുറം എന്താണ് നമുക്ക് വേണ്ടത്? നമ്മൾ ഇവിടെ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ പൊതുവെ ഇംഗ്ലീഷ് പഠിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ സെന്റൻസുകൾ ഒരു സിറ്റുവേഷനിൽ എന്ത് പറയാം, അതിനെങ്ങനെ ചോദിക്കാം, ഇങ്ങനെയുള്ള ആ സിറ്റുവേഷണൽ ഡയലോഗ്സും സംഗതികളാണ് നമ്മൾ പഠിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, if you want to enter a room, how to ask permission. Excuse me, sir, may I come in? May I take the seat? Can I talk? കുറച്ചുകൂടി ഒരു ഇൻഫോർമൽ ആയിട്ട് ചോദിക്കുമ്പോൾ can I talk? ഫോർമൽ ആവുമ്പോൾ may I? ഇങ്ങനെയുള്ള സെന്റൻസുകൾ, മേ ബി വൺ സെന്റൻസ് ഓർ എ കപ്പിൾ ഓഫ് സെന്റൻസസ്, ഇത് നമുക്ക് പറഞ്ഞു തരുന്നത്. അല്ലാതെ ഇവ തമ്മിൽ കൂട്ടിച്ചേർക്കുന്ന മൊത്തം ഇംഗ്ലീഷ് ഭാഷയുടെ ആ കൂട്ടുവിദ്യ ഇന്നോളം ഈ ലോകത്ത് ഒരിടത്തും ഇതുപോലെ പറഞ്ഞു തന്നിട്ടില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം, എന്നെ അറിയിക്കാം. പറഞ്ഞു തന്നിട്ടില്ല. അത്ര രസകരമായിട്ടുള്ള ഒരു കംപ്ലീറ്റ് ലാംഗ്വേജ് ട്രെയിനിങ് പ്രോഗ്രാമാണ് നമ്മുടെ സ്പെൽ സിസ്റ്റം. ഓക്കെ, അപ്പോ ബാക്കിയുള്ള സംഗതികളൊക്കെ മോശമാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് വളരെ നല്ലത് തന്നെയാണ്. പക്ഷെ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ, അതിന്റെ ഹെൽപ്പ് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് സ്വീകരിക്കണമെങ്കിൽ ആ ടോട്ടൽ ലാംഗ്വേജ് നിങ്ങൾക്ക് എന്താണെന്ന് ആദ്യം അറിയണം. എന്നിട്ട് നിങ്ങളുടെ ഉള്ളിൽ ആ ഇംഗ്ലീഷ് മോട്ടോർ, ആ ഇംഗ്ലീഷ് ഹാർട്ട് ആദ്യം ഒന്ന് ജീവൻ വെച്ചൊന്ന് ഓടി തുടങ്ങണം. അതിനുശേഷമേ ബാക്കിയുള്ളതൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് അത് കിട്ടിയത് കൊണ്ട് ഇത് ഓടില്ല. ഓടിക്കഴിയുന്ന സംഗതിക്ക് അതെടുക്കാൻ പറ്റും. നമ്മള് വക്കീലുമാരെ കുറിച്ച് നല്ല രസകരമായിട്ടുള്ള ഒരു നിഗമനം, ഒരു നേരമ്പോക്ക് പറയും. വക്കീലന്മാർക്കൊക്കെ കറുത്ത കോട്ടുണ്ടാവും. കറക്റ്റ് അല്ലേ? ശരിയാണ്. എന്ന് വെച്ച് കറുത്ത കോട്ടിട്ടിട്ടുള്ള എല്ലാവരും വക്കീലന്മാരാണോ? അല്ല. ഇതുപോലെയാണ് ഇംഗ്ലീഷിന്റെ ഹൃദയമായ സ്പെൽ സിസ്റ്റത്തിൽ അതിന്റെ കംപ്ലീറ്റ് സ്ട്രക്ചറുകളും ആ സിറ്റുവേഷൻ ഡയലോഗുകളും എല്ലാതിന്റെയും സൂത്രങ്ങൾ കാണും. പക്ഷെ മറ്റ് സ്ട്രക്ചറുകളും സൂത്രങ്ങളും പഠിക്കുന്ന സ്ഥലങ്ങളിൽ ഹൃദയം ഉണ്ടാവണമെന്നില്ല ഇംഗ്ലീഷ് ഭാഷയുടെ. ഇതാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഞാനത് മറ്റുള്ള സംഗതികളെ മോശമാക്കി പറയാൻ വേണ്ടി പറയുന്നതല്ല. ഇതിൽ നിങ്ങൾക്ക് മറ്റുള്ളതിൽ നിന്ന് കിട്ടാത്ത എന്ത് സ്പെഷ്യാലിറ്റിയാണ് ഈ പ്രോഗ്രാമിലുള്ളത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. മറ്റൊരാളോട് പറയുന്ന സമയത്ത് വൈ ഡിഡ് യു സെലക്ട് സ്പെൽ ഫോർമുല, സ്പെൽ സിസ്റ്റം, അല്ലെങ്കിൽ ഡേവിഡ് ക്രിസ് സ്പോക്കൺ ഇംഗ്ലീഷ് എന്തുകൊണ്ട് സെലക്ട് ചെയ്തു എന്നുള്ളതിനൊരു സ്പെസിഫിക് റീസൺ നിങ്ങൾക്ക് പറയാനുണ്ടാവണമെങ്കിൽ യു ഷുഡ് നോ വാട്ട് മേക്സ് ദിസ് ഡിഫറെന്റ്.
ഇതെന്താണ് ഇതിന്റെ ഡിഫറൻസ് എന്ന്, ഇതിന്റെ USP യൂണിക് സെല്ലിംഗ് പോയിന്റ് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നാലേ നിങ്ങൾക്ക് ഇതിനെ മറ്റൊരാൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ദ ഫൈനൽ ടെക്നിക്, ദ ഫൈനൽ അടിയിലേക്ക് നമ്മൾ കടക്കണം. ഇപ്പൊ എല്ലാം പിടികിട്ടില്ലേ? ഇനി എന്താണ് നമ്മുടെ ഫൈനൽ അടി? തുടക്കത്തിലുള്ളത് തന്നെ, ഇത് സൈക്കോ ലിംഗ്വിസ്റ്റിക് ട്രാക്കിലൂടെ അങ്ങ് കയറ്റി വിടുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ പറഞ്ഞിട്ടുള്ള ഈ എക്സാമ്പിൾസ് തന്നെ ആദ്യം നിങ്ങൾ അങ്ങ് പരിശീലിക്കുക. ഇതെല്ലാം ഇതുപോലെ സൈക്കോ ലിംഗ്വിസ്റ്റിക് ട്രാക്കിലൂടെ പറഞ്ഞ് പഠിച്ചാൽ മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു മാസ്റ്ററി ഇംഗ്ലീഷ് ഭാഷയിൽ കിട്ടുള്ളൂ. ഇതിന് ഒരു കോംപ്രമൈസ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല. ദർ ഇസ് നോ കോംപ്രമൈസ് ബിക്കോസ് സക്സസ് ഹാസ് എ പ്രൈസ്. യു ഹാവ് ടു പേ എവറി പെനി ഓഫ് ഇറ്റ്. അതിന്റെ എല്ലാ പൈസയും കൊടുത്തേ പറ്റൂ. പൈസ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആണ്. ദാറ്റ് മീൻസ് യുവർ ടൈം, effort, energy and practice and whatever you spend for this language is what is called the price of it. അപ്പൊ അതായത് സക്സസിന് ഒരു വിലയുണ്ടെന്ന് മനസ്സിലായില്ലേ? സക്സസ് ഹാസ് എ പ്രൈസ്. ലൈക്ക്വൈസ് സക്സസ് ഹാസ് എ സ്റ്റാൻഡേർഡ്. ഇറ്റ് വോണ്ട് കം ഡൗൺ ടു അസ്. വി ഹാവ് ടു ഗോ ടു ഇറ്റ്. ആ നിലവാരം നമ്മുടെ താഴത്തേക്ക് വരില്ല. നമ്മൾ ആ നിലവാരത്തിലേക്ക് ഉയർന്നു പോകണം. And for that thing, what we want is, systematic and disciplined training, because it is that systematic training which makes us successful. So that's a standard. A systematic, rigorous പരിശീലന തന്ത്രം. Day by day, every day you must follow without fail. Only then you can become a champion of your life. So friends, at this point of time, what do I have to say? To be frank, I am speechless. I am at a loss for words. I don't know what to say. Because I have already given you the heart of English language. Now it is in your custody. And it's you who have to take the right action in the right direction. Everything has been set properly. Well, now it's the time for you to act and nothing else. Alright? We'll meet again tomorrow the same time. Bye-bye till then.